ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് താഴത്തോട്ടാണ് ഫോൾ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു ഓവറോൾ കൺവിക്ഷൻ വെച്ച് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ലൈനിനെ മേളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് വില എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി താഴത്തോട്ടാണ് ഫോൾ ചെയ്യുന്നത്. ട്രേഡേഴ്സ് ഇവിടെ ഒരു എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ നമുക്കിവിടെ ഒരു എൻട്രി എടുക്കാം ട്രേഡേഴ്സ്. എൻട്രി എടുത്തതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ എൻട്രി കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഒരു പുട്ട് സൈഡാണ് ഞാൻ എടുത്തത്. എൻ്റെ ഒരു കൺവിക്ഷൻ അപ്പ് സൈഡാണ് ഇപ്പോഴും. പക്ഷേ ഇതൊരു ട്രാപ്പാണ്. ഒരു 100 പോയിൻറ്റ്സ് താഴത്തോട്ട് ഫോൾ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. സോ അതാണ്. അപ്പോൾ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് കൊടുക്കുന്നത്. ഈ ക്യാൻഡിലിൻ്റെ ഹൈ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ഇപ്പോൾ കൊടുക്കാൻ വരട്ടെ. അതിപ്പോൾ ഫ്രീ ഫോൾ ആയിട്ട് നിൽക്കട്ടെ. എന്നിട്ട് ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യുന്നു അനുസരിച്ച് നമുക്ക് ടാർഗറ്റ് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നമ്മളുടെ കോസ്റ്റിൻ്റെ അടുത്ത് തന്നെ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു 300 റുപ്പീസിൻ്റെ ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ട്രേഡ് എടുക്കാനുള്ള കാരണം വളരെ സിമ്പിളാണ്. ഇപ്പോൾ അത്രയും വലിയൊരു ഡൗൺഫോൾ വന്നതിന് ശേഷം മാർക്കറ്റ് ഇത്രയും വലിയൊരു റിട്രേസ്മെൻറ്റ് കാണിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് അവിടെ പോയി ബൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അവരുടെ സ്റ്റോപ്പ് ലോസ് താഴത്ത് വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്യാൻ മാർക്കറ്റ് താഴത്തോട്ട് വരാനുള്ളൊരു പ്രോബബിലിറ്റി കണ്ടുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. സോ ഇനിയിപ്പോൾ നമ്മൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വളരെ വളരെ ചെറുതാണ്. ഒരു 42 പോയിൻറ്റ്സ് നോക്കിയാൽ കാണാൻ പറ്റും. 42 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് കൊടുത്തേക്കുന്നത്. 51,000ൻ്റെ പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്ത്. നമുക്ക് എൻട്രി കിട്ടിയത് 572.80 നമുക്ക് എൻട്രി കിട്ടിയത്. ഇപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കോസ്റ്റിൻ്റെ അവിടെ തന്നെ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ്. കാരണം ഇപ്പോഴും എൻ്റെ ഒരു ഓവറോൾ നമ്മൾ താഴത്തേക്കുള്ള എൻട്രിയാണ് എടുത്തതെങ്കിലും എൻ്റെ ഒരു ഇപ്പോഴും ഉള്ളൊരു ഓവറോൾ കൺവിക്ഷൻ വെച്ചിട്ട് മാർക്കറ്റ് ഇന്നൊരു അപ്സൈഡ് മൊമെൻറ്റമാണ് എനിക്ക് തോന്നുന്നത്. സോ മേ ബി വി ആർ റൈറ്റ് ഓർ റോങ്. എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടേക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. 42-43 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് മാത്രമേ നമുക്കുള്ളൂ. 578.80 നമുക്ക് എൻട്രി കിട്ടിയത്. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാം 572.80. അപ്പോൾ 551 552 ട്രിഗർ പ്രൈസ് വന്നിട്ട് 552. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ് ഒരു വലിയൊരു അപ്സൈഡ് മൊമെൻറ്റമാണ് കിട്ടണമെങ്കിൽ, വലിയൊരു ബ്രേക്ക് ഔട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേളിലോട്ട് അപ്സൈഡ് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ നോ ഇഷ്യൂ. നമ്മളുടെ സ്റ്റോപ്പ് ലോസും ആയിട്ട് ഇൻടാക്റ്റാണ്. മേളിൽ ജസ്റ്റ് ആ ഒരു ക്യാൻഡിലിൻ്റെ നമുക്ക് മുന്നേ ഫോം ആയിക്കൊണ്ട് ആ വലിയൊരു ബെറിഷ് ക്യാൻഡിലിൻ്റെ ഹൈ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വച്ചേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെറിയൊരു ട്രേഡ് എടുത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു ക്യാൻഡിലാണ്, നല്ലൊരു ഫോളാണ്, കണ്ടിന്യൂസ്ലി നല്ലൊരു റെഡ് ക്യാൻഡിലാണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഉള്ള ഫോളായിരിക്കും. സോ ഇപ്പോൾ ഏകദേശം നമ്മളൊരു 2000ൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഓവറോൾ 4000 ആണ്. സോ ഇപ്പോൾ നോക്കിയാൽ കാണാം CPRൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ, റെസിസ്റ്റൻസ് ഏരിയയിലും കൂടെയാണ്. അപ്പം ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ വരെ വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കാരണം അവിടെ ബൈ ചെയ്തിരിക്കുന്നവരെല്ലാവരും ഈ ക്യാൻഡിൽ, ഈ ഹാമർ ക്യാൻഡിലിൻ്റെ താഴത്തായിരിക്കും സ്റ്റോപ്പ് ലോസിനെ വച്ചിരിക്കുക. പക്ഷേ ഈ ഒരു പോർഷനിൽ, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ക്യാൻഡിൽ ഫോം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2500ൻ്റെ ഒരു 3000 പ്ലസ് നമുക്ക് പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റിനെ നമുക്ക് ട്രെയിൽ ചെയ്യാം. നമ്മുടെ കോസ്റ്റിൽ കൊണ്ട് വയ്ക്കാം. ജസ്റ്റ് കോസ്റ്റിൽ നിന്ന് ഒരു 2-3 പോയിൻറ്റ്സോ അല്ലെങ്കിൽ 5 പോയിൻറ്റ്സിൻ്റെ അടുത്ത് മേളിൽ കൊണ്ട് വയ്ക്കാം. ഒരു 2000 പ്ലസ് 2500 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചു കൊണ്ടിരുന്നത്. അവിടെ നിന്ന് റിജക്ഷൻ കണ്ട. അപ്പോൾ ഇങ്ങനത്തെ ക്യാൻഡിലിനെയാണ് നമുക്ക് ടാർഗറ്റിനെ നമുക്ക് നോക്കാൻ പാട്. സീനില്ല. ഏതായാലും നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമ്മൾ വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ തന്നെ നോ ഇഷ്യൂ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. ഇപ്പോൾ ഒരു 3000 പ്ലസിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ട ട്രേഡേഴ്സ്. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് ഏതായാലും ട്രെയിൽ ചെയ്തേക്കാം. ഇനി ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട കാര്യമില്ല.
ഇനി ഇവിടുന്ന് റിജക്ഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരിക്കും. സോ ഓക്കെ 3500 നമ്മളൊരു 4000 അടുപ്പിച്ച് 623 ആണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ. ഓക്കെ 6011 ഓക്കെ 623 ആണ് നമ്മുടെ ടാർഗറ്റ് ഏരിയ. നമുക്ക് വീണ്ടും താന്നു 611 വരെ പോയതായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്യാം. ഓക്കെ 3000 ട്രെയിൽ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഓക്കെ നേരത്തെയും 611 വന്നിട്ടാണ് തിരിഞ്ഞത്. ഇപ്പോൾ 610 അവിടെ നിന്നേ തിരിയുന്നുണ്ട്. ഓക്കെ ഒരു 4000 ടാർഗറ്റാണ് നമ്മളുടെ ഒരു ഓവറോൾ ഒരു വ്യൂ. 4500 623 നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ടാർഗറ്റ് കൊടുക്കാമെന്ന് ഓർത്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാമെന്ന് ഓർത്തപ്പോഴത്തേക്കും ടാർഗറ്റിൻ്റെ അടുത്ത് എത്തി. അതാണ് ടാർഗറ്റ് വെച്ചത്. സോ ഇത്രയും നല്ലൊരു റിജക്ഷൻ, ഡൗൺഫോളിന് ശേഷം ഒരു റിജക്ഷൻ ക്യാൻഡലും കൂടെ ആകുമ്പോൾ ഇനി തിരിച്ചാൽ മാർക്കറ്റ് ഉറപ്പായിട്ടും മുകളിലേക്കായിരിക്കണം മാർക്കറ്റിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് നമ്മുടെ കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കാം. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് ടെൻഷനില്ല. നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഹിറ്റ് ആവുന്നത്. 578 579 വച്ചിട്ടുണ്ട്. ഇപ്പോൾ 598 റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ഓക്കെ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റും ബുക്ക് ചെയ്യാം. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഏരിയ വരുവാണെങ്കിൽ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞാൻ ടാർഗറ്റിനെ കുറച്ച് ഓപ്പണായിട്ട് ഇടാം, നല്ലൊരു എൻട്രി ആയിരുന്നുകൊണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ മാർക്കറ്റ് എക്സാക്ട്ലി ഒരു റിജക്ഷനാണ്, ഒരു ഫോള് കിട്ടാതെ ഒരു റിജക്ഷനാണ് കാണിക്കുന്നത്. സോ അത് കൂടുതൽ പ്രാവശ്യവും റിവേഴ്സലാവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മളുടെ ഒരു കൺവിക്ഷൻ, നമ്മളുടെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നതും അപ്സൈഡ് തന്നെയാണ്. സോ അപ്പം അവിടുന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയൊരു സ്റ്റോപ്പ് ലോസ് ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ കോസ്റ്റിൽ എന്ന് വെച്ചാൽ ഒരു 500 റുപ്പീസോ വല്ലതും കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്ത് പോകാമെന്നാണ്. സോ പിന്നെ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കണം ആദ്യം മാർക്കറ്റിൽ നിന്ന് വെളിയിൽ പോകേണ്ട. അതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം ഏതായാലും. മാർക്കറ്റൊക്കെ 3000 പ്ലസിൽ ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ടാർഗറ്റ് കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. 623 ഇപ്പോൾ 605 600 മുകളിൽ സസ്റ്റെയിൻ ചെയ്യില്ല, അതാണ് പ്രശ്നം. ടാർഗറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എന്താ അവിടുന്ന് വീണ്ടും താഴത്തോട്ട് വരാൻ തുടങ്ങി. 598 600 623 ഒരു 23 പോയിൻറ്റ്സും കൂടെ തന്നു കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കിത് സിസ്റ്റം ക്ലോസ് ചെയ്ത് അടുത്ത പരിപാടി നടത്താമായിരുന്നു. ഏതായാലും വെയിറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനി ഏതെങ്കിലും ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ ഓർഡർ ബുക്ക്. ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ അടുത്തൊരു ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈനിനെ വന്ന് മാർക്കറ്റ് താഴെ നിന്ന് മേലിലോട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്ത് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും തന്നെയാണ് ഇതിൻ്റെ അകത്തും വയ്ക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ലൈനിനെ നമ്മുടെ ഒരു ഓവറോൾ കൺവിക്ഷൻ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തൊട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരുന്നു. സോ ഇപ്പോൾ 51,200ൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. 872.40 ആവറേജ് ബൈയിങ് പ്രൈസിലാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം. ഓക്കെ 2000 ഒരു 3500 പ്ലസ് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങി നമ്മളുടെ ട്രേഡിൽ നിന്ന് നമുക്ക് മാനുവലി എക്സിറ്റ് ചെയ്യാൻ തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം 3000 ഓക്കെ 3000 925
ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ ട്രേഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു 3500 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ കൂടെ കൂട്ടിയിട്ട് ഓവറോൾ ഒരു 4000 പ്രോഫിറ്റാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തത്. വളരെ സിമ്പിൾ ട്രേഡാണ്. നമ്മുടെ ലൈനിനെ വന്ന് ബ്രേക്ക് ചെയ്ത് മെയിലിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. 1 മിനിറ്റ് 10:59 എടുത്തു. 11 നമ്മുടെ പ്രോഫിറ്റും നമ്മൾ ബുക്ക് ചെയ്തു. ജസ്റ്റ് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റി. ഓവറോൾ ഇന്നൊരു 4000 പ്രോഫിറ്റാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തത് ട്രേഡേഴ്സ്. ട്രേഡേഴ്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്ന ഒരു ട്രേഡിൽ ആവറേജ് പ്രൈസിൽ മാറ്റം ഉണ്ടായി. അതെന്താ മാജിക് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള റിപ്ലൈയും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ എക്സാക്ട്ലി ഓർക്കണില്ല, ഇനി അതിൻ്റെ മുകളിൽ കുരിശൊക്കെ ഏറ്റരുത്. എനിക്ക് ഓർമ്മയുള്ള ഭാഗം കൊണ്ട് പറയാം. ഈ ഒരു ഏരിയയിലാണ് നമ്മളുടെ എൻട്രി ഞാൻ എടുത്തത്. എൻട്രി എടുക്കാനുള്ള കാര്യം, ഈ ഒരു ഏരിയ എത്തി ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴാണ് ഞാൻ ഓക്കെ ഇനിയിപ്പോൾ ഒരു ഡൗൺഫോൾ ആവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ട്രേഡ് എടുത്തത്. പുട്ട് ഓപ്ഷന് ബൈ ചെയ്തത്. സോ ഇനി എക്സാക്ട്ലി എവിടെയാണ് ബൈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാൻഡിൽ ഫോം ചെയ്തു, വെയിറ്റ് ചെയ്തിരുന്നു. ഈ റിജക്ഷൻ ക്യാൻഡിൽ കണ്ടു. ഈ റിജക്ഷൻ ക്യാൻഡിൽ വന്നു. അതിൻ്റെ നേരത്തെ ക്യാൻഡിലിൻ്റെ ലോയെ ടച്ച് ചെയ്ത് റിജക്ഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. എക്സാക്ട്ലി ഈ നമ്മുടെ ആ ഒരു ക്യാൻഡിലിൻ്റെ റിജക്ഷൻ പോയിന്റിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 510 ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ടാണ് 510 ക്വാണ്ടിറ്റി എടുത്തത്? നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് 90 ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ 120 ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ 150 ക്വാണ്ടിറ്റിയാണ്. അന്ന് എക്സ്പയറി ഡേ ആയിരുന്നു, പ്രീമിയം വളരെ ലോ ആയിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി, നമ്മളെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിരുന്നു 510 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. 510 ക്വാണ്ടിറ്റി എടുത്തു. സോ 510 ക്വാണ്ടിറ്റി എടുത്തപ്പോഴും അത് നമ്മളെ പ്രീമിയം കുറഞ്ഞുകൊണ്ടൊന്നും അല്ല അങ്ങനെ എടുത്തത്. അതിനുമുള്ള റീസൺ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഈ ഒരു എൻട്രി ഈ ഒരു പോർഷനിലാണ് നമ്മൾ എക്സാക്ട്ലി ഡ്രോ ചെയ്ത് കാണിക്കാം. നമ്മൾ ചെയ്തത് ഷോർട്ടായിരുന്നു. ഇവിടുന്ന് ഷോർട്ട് ചെയ്താൽ നമ്മളുടെ ടാർഗറ്റ് വച്ചില്ല. ഞാൻ ടാർഗറ്റിനെ അല്ലായിരുന്നു എയിം ചെയ്തത്, ഞാൻ സ്റ്റോപ്പ് ലോസിനെ ആയിരുന്നു എയിം ചെയ്തത്. അത് നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും കാണാൻ പറ്റും എൻ്റെ വീഡിയോസിൽ. ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ആയിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ 60 പോയിൻറ്റ്സിൻ്റെ ആയിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കണമെങ്കിൽ. 510 ക്വാണ്ടിറ്റി 60 സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് വരും. പക്ഷേ ഞാൻ അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഒരു 5,000 to 6,000, ഒരു 5,000-നോ 6,000-നോ ഇടയ്ക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ട്രേഡ് എടുത്തെന്ന് ഓർക്കണം. നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ഇത്രയും അപ്സൈഡ് ചെയ്തു. അപ്പം ഈ ഒരു ഏരിയ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഒരു 5,000-ന് അടുപ്പിച്ചോ ഒരു 3,000 അടുപ്പിച്ചോ അവിടെ ലോസ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓവറോൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു 5,000-നും 6,000-നും ഇടയ്ക്കുള്ള ലോസ് ആയിരുന്നു. നമ്മളുടെ ഒരു ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,000-ൻ്റെ പ്രോഫിറ്റ് ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. സോ നമ്മൾ എൻട്രി എടുത്ത് ഉടനെ തന്നെ നമുക്ക് എഗ്നിസ്റ്റ് മാർക്കറ്റ് പോകുമായിരുന്നു. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലുണ്ടായി മാർക്കറ്റ് മേളിലേക്ക് പോയി അത് ഈ ഒരു ഏരിയയ്ക്ക് എത്തിയപ്പോഴത്തേക്കും ഞാൻ നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് ഞാൻ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത ഉടനെ തന്നെ ഞാൻ മാർക്കറ്റിൽ വീണ്ടും എൻട്രി എടുത്തു. അപ്പോൾ ഒരു 3,000 റുപ്പീസ് ഒമിറ്റായിരുന്നു അവിടെ ലോസ് ബുക്ക് ചെയ്തത്. ആ ലോസ് ബുക്ക് ചെയ്ത് ഞാൻ അവിടുന്ന് മാർക്കറ്റ് നമ്മളിത് ഇവിടുന്ന് എടുത്തു. ഈ ഏരിയയിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. നമ്മുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. വീണ്ടും താഴത്തോട്ട് മാർക്കറ്റ് വന്നു. ആ എക്സിറ്റ് ചെയ്ത ഉടനെയാണ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യാൻ തുടങ്ങി ഉടനെ ഞാൻ മാർക്കറ്റിൽ എൻട്രി എടുത്തു. അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റിൽ എൻട്രി എടുത്തു. അത്യാവശ്യം നല്ലൊരു ഫോളാണ് താഴത്തോട്ട് നല്ലൊരു ഫോൾ വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എടുത്ത് ട്രെയിൽ ചെയ്ത് നമ്മളുടെ കോസ്റ്റിലേക്ക് കൊണ്ടുവച്ചു. കാരണം അവിടെ നിന്ന് റിവേഴ്സലായാൽ പോലും നമ്മളെ എഫക്റ്റ് ചെയ്യില്ലെന്നും വെച്ച് ഇവിടെ കൊണ്ടുവച്ചപ്പോഴത്തേക്കും ഇവിടെ നിന്ന് താഴത്തോട്ട് വന്ന മാർക്കറ്റ് അവിടെ നിന്ന് തന്നെ റിജക്റ്റ് ചെയ്ത് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ട്രേഡ് സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്തതിന് സമയത്ത് നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യായിരുന്നു. അപ്പോഴും ഞാൻ വീണ്ടും ഇമ്മീഡിയറ്റ്ലി എൻട്രി എടുത്ത് താഴത്തോട്ട് മാർക്കറ്റ് വന്നപ്പോഴത്തേക്കും നമുക്കൊരു 7,000+ പ്രോഫിറ്റ് കാണിച്ചു. അപ്പോൾ ഏകദേശം ഒരു 1, 2, 3 അങ്ങനെ ഒരു 3 ട്രേഡോ ആണ് 3ആണോ 2ആണെന്ന് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. 3 ട്രേഡോ 2 ട്രേഡോ എടുത്തപ്പോഴാണ് നമ്മളുടെ ആവറേജ് അവിടെ നിന്ന് മാറിയത്. നിങ്ങളിവിടുന്ന് ക്യാൻഡിൽ എണ്ണി നോക്കണം. ഒരു 1.5 hour മേളിൽ നമ്മളിവിടെ ട്രേഡിൽ നിന്നു. അത്രയും നേരം എനിക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ കട്ട് ചെയ്ത് നമ്മളുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയ കാണിച്ചത്. അല്ലാതെ അത്രയും കാണിക്കാൻ പറ്റില്ല. അതായിരുന്നു ഇതിൻ്റെ അകത്ത് ആവറേജ് പ്രൈസ് മാറാനുള്ള കാര്യം നമ്മുടെ മാജിക് ഇൻ ട്രേഡേഴ്സ്. താങ്ക് യു, ബൈ.